ഇതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ജോമോളിച്ചിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ടിക്കയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് ഇതാ ജോമോളിച്ചി കടന്നു. ചിക്കൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പൊടികൾ മസാലകളെല്ലാം ഇതാ ഇവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്കയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഇതാലേക്ക് ചേട്ടൻ കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചേച്ചിയുടെ നമ്മുടെ മിൻറ്റ് ചട്നിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ചിക്കൻ ടിക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കണ്ട് നല്ല സ്മോക്കി ആയിട്ട് എല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ ടിക്ക കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഈ ഒരു ടേസ്റ്റിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട. പണ്ട് ഞങ്ങൾ ദുബായി പോയപ്പം എൻ്റെ കസിൻ ചേട്ടായി ഒരു ചിക്കൻ മേടിച്ചു തന്നു കേട്ടോ. അത് ഇതുപോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷെ ആ ഒരു ടേസ്റ്റ് പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ടുണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും കേട്ടോ, ആ ഒരു ചിക്കൻ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ, നമുക്ക് എന്തായാലും ദുബായിൽ ഒന്നുകൂടി പോകണം, ആ ചിക്കൻ ഒന്നുകൂടി കഴിക്കണം എന്നൊക്കെ. പക്ഷേ ഇന്ന് അയ്യോ അതേ ടേസ്റ്റ് അതേ ഫ്ലേവർ ആ സെയിം ടേസ്റ്റ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടി കേട്ടോ. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ തേടി നടന്ന ആ ഒരു രുചി അതേപടി മുന്നിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഒരു 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 വികാരമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ജോളേച്ചി ദാള് കറിയും കൂടി ഉണ്ടാക്കി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഇതെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതും. അതാണ് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജോളേച്ചിനെ സമ്മതിച്ചു കൊടുക്കണം, എന്താ പറയുക, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റും എല്ലാം പടപടേന്നാണ് റെഡിയാക്കി തരുന്നതും. അങ്ങനെ എന്തായാലും ഞങ്ങൾ മതി മറന്ന് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നല്ല കോമ്പിനേഷനായിരുന്നു.